രസല്ലേ. ചേച്ചി മക്കളും വന്നിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു കറക്കം. നമുക്ക് ഇവിടെ ഒരു താമരക്കുളം ഉണ്ട്, അവിടെ പോവാം. കണ്ട വീട്ടിലെ കുളമൊക്കെ കണ്ടിട്ട് താമരക്കുളം നമ്മൾ വിളിച്ച് കാണും. വീഴൂല, നല്ല വഴിയാ. ഇതാണ് നമ്മുടെ വെള്ളം. നമ്മൾ പോണ വഴിയിൽ കണ്ടതാട്ടോ വെള്ളം ചാടുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. വെള്ളത്തിലോട്ട് എന്താ രസല്ലേ. വീഴോ? ടൗണിൽ പോയാൽ പിന്നെ വിശപ്പായതുകൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, അവിടെ കയറി. അയലക്കറിയും പൊറോട്ടയാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. അമ്മ ഒന്നും കഴിച്ചില്ല കേട്ടോ. അമ്മ ഞങ്ങൾക്ക് വാങ്ങി തന്നു. പിന്നെ അമ്മ കഴിക്കാതെ കുറേ ഞാൻ പറഞ്ഞ് കഴിച്ചോളാം, വേണ്ട പറഞ്ഞു. അതെപ്പോഴും അങ്ങനെ കേട്ടോ. ഞങ്ങൾ ടൗണിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഫുഡൊക്കെ വാങ്ങിത്തരും. പൈസയൊന്നും കൊടുക്കുക സമ്മതിക്കുകയില്ല. പിന്നെ അമ്മ കഴിക്കത്തുമില്ല. അമ്മ ഞങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നോക്കും. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചായ കൂടെ കുടിച്ചു. ഞങ്ങൾ വിചാരിച്ച് ചേച്ചിയൊക്കെ വന്നതല്ലേ, ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഈ കറക്കമല്ല, നമ്മൾ പുറത്തൊക്കെ ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? നമ്മുടെ യൂക്കാലിച്ചപ്പില്ലേ, യൂക്കാലിച്ചപ്പ് വാറ്റി യൂക്കാലി തൈലം ആക്കുന്ന സ്ഥലമാണ് യൂക്കാലിപ്പര. അവിടെ കണ്ടോ തീയിട്ടിട്ട് യൂക്കാലി മറ്റേ ഡ്രമ്മിനകത്ത് ഇങ്ങനെ കുത്തി നിറയ്ക്കും. ഇത് കണ്ടോ, ഈ ഡ്രമ്മിനകത്ത് ഇങ്ങനെ കുത്തി നിറയ്ക്കും. പിന്നെ അതിൻ്റെ എസെൻസാണ് നമുക്ക് കിട്ടുന്ന യൂക്കാലി തൈലം. ഇവിടുന്ന് കണ്ടോ ഒരു വെള്ളച്ചാട്ടം കാണുന്നു. പിന്നെ കണ്ടോ അത് യൂക്കാലി തൈലം ഒക്കെ ഇതിലേക്കാണ് വീഴുന്നത്. അവളോട് പറയാം നമ്മളെവിടെ പോവാണ്. നമ്മളെവിടെ പോവാണ്? ഈ പൂക്കളുടെ ഭംഗി ആസ്വദിക്കുമായിരുന്നു. വാവ്, ഓ ജിം ജിം ജിം. അയ്യോ, ഈ വഴി മൂടിയടി. ഇതിലേ നേരെ അങ്ങോട്ട് ഇറങ്ങായിരുന്നു. ഇനിയിപ്പോ ഏതിലേ പോവാ? അന്ന് വണ്ടി ഞങ്ങൾ ഇറങ്ങിയത് അന്ന് മുന്നായി കൊണ്ടുവന്നേ. ആ, ഫോട്ടോ എടുക്കാനൊക്കെ. ഇവിടെയൊക്കെ കമ്പി നിറച്ച് ചെളിയാണ്. പണ്ട് ഇവിടെ ഉണ്ടല്ലോ ചൂണ്ടയിടാൻ നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പൊ ആരെയും കാണുന്നില്ല. നമുക്ക് ആ പെണ്ണിനെ അലങ്കരിക്കാം. ഇതാണോടി നിന്റെ പെണ്ണ്? കാണുന്നില്ല, പൂമാലാണ്. വലിയ കാര്യത്തിൽ ആമ്പല് പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഒരൊറ്റ ആമ്പലും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴാണ് ആ പാട്ട് വേണ്ടത്. പുന്നകൈ. ഇത് കണ്ടോ, ഒരു ഗുഹ പോലെ കണ്ടോ. അത് അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരുണ്ടല്ലോ ചൂണ്ടയിടാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട് വഴിയുണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ വന്ന കാര്യം എന്തായാലും നടന്നില്ല. ഇനി വീട്ടിൽ പോയേക്കാം.
കാരാപ്പുഴ ഡാമിന്റെ ഷട്ടർ തുറന്നേക്കാം. കണ്ടോ വെള്ളം വീഴുന്നു. കണ്ടോ അവിടെ കണ്ടോ സിപ്പ് ലൈനിൽ കൂടെ ആൾക്കാർ പോണ കണ്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടി സിപ്പ് ലൈനാട്ടോ. കണ്ടോ ആൾക്കാർ പോണ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.